സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്ന പരാതികളൊക്കെ ഒരാളെന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ ഒരാളെന്നെ തെറി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഇടപെടണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരാതികൾ മാത്രം വെറൈറ്റി ആയിരിക്കും. അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരാതി, യാ റസൂലല്ലാഹ് ഞാൻ എന്ത് ചെയ്തു, ഒരാളുമായിട്ട് ദേഷ്യം പിടിച്ചു, എന്നിട്ട് ഞാൻ അവനെ മോശമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം അതൊന്ന് പരിഹരിച്ചു. അതായത് പ്രതിയും അബൂ സിദ്ദീഖ് റളിയല്ലാഹു ആയിരിക്കും, പരാതി പറയുന്നതും അബൂ സിദ്ദീഖ് റളിയല്ലാഹു ആയിരിക്കും. മഹാനായ റബീഅത്ത് ബിനു കഅബ് ബിനു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഖാദിമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത് സ്വർഗ്ഗം വാങ്ങിയിട്ടുള്ള ഒരു മഹാനാണ്, ഒരു സഹാബിയാണ്. എത്രത്തോളം വെച്ചാൽ അവർ പകൽ ഫുള്ള് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യും, എന്നിട്ട് രാത്രിയാകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ വീട് വരെ പോകും. എന്നിട്ട് റസൂലുള്ളാഹി വീട്ടിൽ കയറി വാതിലടച്ചാൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഇനി റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും, രാത്രി എന്തെങ്കിലും ആവശ്യം വരികയായിരിച്ചിട്ട് ആ വാതിലിൻ്റെ അടുത്ത് കിടന്നുറങ്ങും. അത്രയും ഖിദ്മത്ത് ചെയ്തിട്ട് അവസാനം റസൂലുള്ളാഹി ഒരിക്കൽ അവരുടെ ആ ഒരു ഖിദ്മത്ത് കണ്ടിട്ട് പറയുന്നുണ്ട്, സൽ എന്താ എനിക്ക് വേണ്ടി വെച്ച് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ മാക്സിമം ഏറ്റവും ടോപ്പ് ചോദ്യം, അസ്സലുക്കും മുറാഫഖത ഫിൽ ജന്ന, അതായത് റസൂലുള്ളാഹി നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാവണം. അതായത് അതിലും കൂടുതൽ ഞാൻ ചോദിക്കാമല്ലോ, ഏറ്റവും ടോപ്പ് റസൂലുള്ളാഹി അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അത് മാക്സിമം മുതലാക്കി. അപ്പോൾ റസൂലുള്ളാഹി ഉത്തരം കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഔ ഗൈറ ദാലിക്, അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹുവദാക്ക്, അതന്നെ എനിക്ക് വേണ്ടേ. അപ്പോൾ റസൂലുള്ളാഹി അജൽ, ഓക്കെ, എന്ത് ചെയ്യുക, ഫാന്യാല എത്ര, അതായത് ഒന്ന് കൂടുതൽ സുജൂദ് അല്ലെങ്കിൽ കൂടുതൽ സുന്നസ്കാരമൊക്കെ അധികരിപ്പിച്ചിട്ട് നീ എന്നെ സഹായിക്കും വേണം അക്കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മദീനയിൽ കുറച്ച് ഭൂമി വന്നു, കാരക്ക മരങ്ങളൊക്കെ ഉള്ള കുറച്ച് ഭൂമിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ റബീഅ റളിയല്ലാഹു അൻഹുവിനും കൂടി മുറിച്ചു കൊടുത്തു, രണ്ടുപേർക്കും കൂടി കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യാണ്, ആ ഭൂമിയിലേക്ക് പോവാണ്. അപ്പോൾ ആ ഭൂമിയിലെത്തി അവരവരുടെ സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ച സമയത്ത് രണ്ടിൻ്റെയും നടുവിൽ അതിരുമൽ എന്തുണ്ട്, ഒരു കാരക്കമരം, ഒരു നഖ്ല, ഈന്തപ്പന അതിന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോവും. ഏതായാലും ഒരു നഖ്ല അതിൻ്റെ നടുവിൽ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു, വാക്ക് തർക്കമായി. അതായത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഇൻ്റെതാണ്, ഇൻ്റെ ഭൂമിയിലാണ്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതല്ല, അത് ഇൻ്റെ ഭൂമിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ സംസാരം ഓവറായി. അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അറിയാതെ. ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗം റബീഅത്ത് ബിനു കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചു എന്നാണ്. അതോടുകൂടി എന്ത് ചെയ്തു, റബീഅ റളിയല്ലാഹു അൻഹു മിണ്ടാതെ നിന്നു. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഞാൻ ആ പറഞ്ഞ വാക്ക് അത്രയും വളരെ മോശപ്പെട്ടൊരു വാക്കായി പോയി. ഉടനെ തന്നെ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ എന്നെ തിരിച്ചൊന്ന് വിളിച്ചാണ്, അതായത് പകരത്തിന് പകരം എന്ന് പറയുക. അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറയും, ആ വാക്ക് നിങ്ങൾ വിളിക്കാൻ പറ്റിയ വാക്കല്ല, ഞാൻ വിളിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നുണ്ട്, ഇന്നെ വിളിക്കുക, അതായത് ഒരു പകരത്തിന് പകരം വിട്ട് ഇവിടെ തന്നെ എത്തി നമുക്ക് അവസാനിപ്പിക്കുക. അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ വിളിക്കാൻ പറ്റിയ വാക്കല്ല, ഞാൻ വിളിക്കൂല എന്ന്. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാ റസൂലുള്ളാഹിനോട് പരാതി പറയും. അപ്പോഴും എന്ത് ചെയ്തു, റബീഅ റളിയല്ലാഹു അൻഹു ആ വാക്ക് നിങ്ങൾ വിളിക്കൂല എന്നുള്ളവിടെ തന്നെ ഉറച്ചു നിന്നു എന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു, നേരെ എന്ത് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി പറയാൻ പോകും. അതായത് തെറി പറഞ്ഞതും അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതി പറയാൻ പോകുന്നത് ആര് തന്നെയാണ്, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഇത് വലിയ വിഷയമാവും. ഉടനെ തന്നെ പിന്നാലെ പോവാണ്. അപ്പോൾ അസ്ലം ഗോത്രക്കാരാണ് ഇവർ, അസ്ലമിയാണ്, അതായത് റബീഅത്ത് ബിനു കഅബ് ബിനു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അവർ. അപ്പോൾ അസ്ലം ഗോത്രത്തിൽ കുറച്ച് ആൾക്കാർ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള തർക്കവും കാര്യങ്ങളും. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതി പറയാൻ പോകുന്നതും പിന്നാലെ റബീഅ റളിയല്ലാഹു അൻഹു പോകുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇവർ പിടിച്ചു നിർത്തി റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇടയ്ക്ക്, അതായത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളല്ലേ തെറി പറഞ്ഞു, അതെ, എന്നിട്ട് പിന്നെ എന്താ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി നിങ്ങൾക്കെതിരെ പരാതി പറയാൻ പോവുക. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാക്കവും നിങ്ങൾക്ക് അറിയില്ല അത് ആരാണ്, അത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, സയ്യിദാണ്, നമ്മളെ നേതാവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ പറയരുത്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്ത് നിന്ന് മാറി എന്നാണ്. അഥവാ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ തിരിഞ്ഞു നോക്കിയാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഇനിയും കൂടി കണ്ടാൽ വിചാരിക്കും എന്ത്, നമ്മളെല്ലാവരും കൂടി നമ്മളെ ഗോത്രം എന്ത് ചെയ്യുകയാണ്, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്കെതിരെ എന്തോ തീരുമാനം എടുക്കുകയാണെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഫയഗ്ളബ്, എന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ ദേഷ്യം പിടിക്കും. ഫയഗ്ളബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഗളബിഹി, അതായത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിക്കും. ഫയഗ്ളബുല്ലാഹു ബിഗളബിഹിമ, അവർ രണ്ടുപേരും ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യം പിടിക്കും. ഫയഹ്ലക റബീഅൻ്റെ കാര്യം എന്ത് ചെയ്യും, എൻ്റെ കാര്യം തീരുമാനമാവും. അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെ കൂടി നിന്നാലും എന്ത് ചെയ്യും, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടാൽ അവർ ദേഷ്യം പിടിക്കും, അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ റസൂൽ ദേഷ്യം പിടിക്കും, റസൂൽ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യം പിടിക്കും. അതോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് എല്ലാവരും മാറിക്ക് എന്നിട്ട് ആ ഗോത്രത്തിനൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് രണ്ടാളും കൂടി ചെന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് നോക്കാതെ നേരെ റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട്, മാലക വല സിദ്ദീഖ്, എന്താണ് സിദ്ദീഖുമായിട്ട് എന്താ പ്രശ്നം, അല്ലെങ്കിൽ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിട്ട് എന്താണ് എൻ്റെ പ്രശ്നം. അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അതായത് വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ തന്ന ഭൂമിയിലുള്ളൊരു വിഷയമാണ്, അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ തമ്മിൽ തെറ്റി,
അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ വളരെ മോശമായിട്ടൊരു പദപ്രയോഗം നടത്തി. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ തിരിച്ച് പറഞ്ഞില്ല. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഇത് വെച്ചാൽ ഞാൻ ആ പറഞ്ഞത് തിരിച്ച് അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറയണം എന്നുള്ള വാശിയിലാണ്. അത് ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം അത്രയും മോശപ്പെട്ട വാക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ അത് നന്നായി, ലാ തുറുദ്ദ അലൈഹി, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വാക്ക് അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിക്കാനേ പാടില്ല, ഞാൻ ചെയ്തതാണ് ശരി, പകരം ഇങ്ങനെ പറഞ്ഞാൽ ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്ത് തരട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ റബീഅത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നിന്നിട്ട് അബൂ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഗഫറല്ലാഹു ലക യാ അബൂബക്കർ. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അത് കേട്ടിട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞ് നടന്ന് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ബാക്കിയുള്ള സഹാബത്തൊക്കെ അവരെതിരെ ആരെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞതായിരിക്കും റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. പക്ഷേ അബൂ സിദ്ദീഖ് റളിയല്ലാഹു പ്രതിയും അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനായിരിക്കും, പരാതി പറയുന്നതും അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനായിരിക്കും. കാരണം അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്തായാലും അവിടെ പോയി പറയാ എന്നുള്ളതാണ്. റഹിമല്ലാഹു അബൂബക്കർ.